ശ്രീജിത് പണിക്കർ, ഈ ഡോക്യുമെൻ്ററി വിവാദത്തിൽ പെടേണ്ടത് BJP ആയിരുന്നു, പെട്ടത് കോൺഗ്രസോ? ശ്രീജിത് പണിക്കർ. കൃഷ്ണരാജ്, താങ്കൾ ആ പറഞ്ഞത് ശരിയാണ്. കാരണം ഈ ചക്കിന് വെച്ചത് കൊക്കിന് കൊള്ളുക എന്ന രീതിയിലുള്ള ഒരു നാടൻ പ്രയോഗമുണ്ട്, ഒരു പഴഞ്ചൊല്ലുണ്ട്. അതേപോലെ ഇത് BJPക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ഉണ്ടാക്കേണ്ടിയിരുന്നത്. എന്നാൽ ഫലത്തിൽ നമ്മൾ കാണുന്നത് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് മുഴുവനും കോൺഗ്രസിലാണ് എന്നുള്ളതാണ്. അതിപ്പോൾ ഈ കഴിഞ്ഞ കുറേ കാലമായിട്ട് ഇങ്ങനെ തന്നെയുള്ള ഒരു ട്രെൻഡ് ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ തുടർന്ന് പോരുന്നതും നമ്മൾ കാണുന്നുണ്ട്. ഇപ്പം ഈ വിഷയത്തിൽ രാജ്യ താല്പര്യത്തിന് വിരുദ്ധമാണ് ഇതെന്ന് ശ്രീ അനിൽ ആന്റണി പറയുമ്പോൾ അത് അങ്ങനെയല്ല എന്ന രീതിയിലാണ് കോൺഗ്രസിലെ മറ്റ് പ്രധാനപ്പെട്ട നേതാക്കന്മാർ പറയുന്നത്. ഇതിൽ തന്നെ എതിരഭിപ്രായം നിലനിൽക്കുന്ന പല വിഷയങ്ങളുണ്ട്. ഇപ്പോൾ കേവലം നമ്മളിപ്പോൾ ശ്രീ അനിൽ ആന്റണിയുടെ ഒരു പ്രസ്താവനയെ ഇഴകേറി പരിശോധിച്ച് അതിൽ കോൺഗ്രസിന്റെ നേതാക്കന്മാർക്കുള്ള വിയോജിപ്പ് എന്തുകൊണ്ടാണ് എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് കോൺഗ്രസ് എന്തുകൊണ്ടാണ് ഒരു ഡിവൈഡഡ് ഹൗസായി തുടരുന്നത് എന്നതിൻ്റെ ചില ഉദാഹരണങ്ങൾ കൂടി ഇതിലുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ശശി തരൂരിന്റെ പ്രസ്താവന നോക്കൂ. അദ്ദേഹം പറയുന്നത് ഈ ഗുജറാത്ത് വിഷയം എന്ന് പറയുന്നത് 2 പതിറ്റാണ്ടിന് മുമ്പ് നടന്നതാണ്. ആ വിഷയം ഇവിടെ തീർപ്പ് കൽപ്പിക്കപ്പെട്ടതാണ്. നിങ്ങൾക്ക് രാഷ്ട്രീയമായിട്ടുള്ള വിയോജിപ്പുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിരിക്കാം, പക്ഷേ രാജ്യത്തെ പരമോന്നത കോടതി അത് തീർപ്പ് കൽപ്പിച്ചതാണ്. സമാനമായിട്ട് അത്രയും പോലും എനിക്ക് തോന്നുന്നില്ല നേരിട്ട് ശ്രീ അനിൽ ആന്റണി പറഞ്ഞിട്ടില്ല. പക്ഷെ അദ്ദേഹം പറയുന്നത് എന്താണ്? അദ്ദേഹം ഇവിടെ പറയുന്നത് വിദേശത്ത് നിന്നുള്ള നിക്ഷിപ്ത താല്പര്യമുള്ള ചില വ്യക്തികളുടെ, ചില സർക്കാരുകളുടെ ഭാഗമായിട്ടുള്ള ഒരു മാധ്യമം, ആ മാധ്യമത്തിന്റെ കാഴ്ചപ്പാടുകൾക്ക് നമ്മുടെ രാജ്യത്തെ ഇൻസ്റ്റിറ്റ്യൂഷനുകളെക്കാൾ കൂടുതൽ പ്രാധാന്യം അത് നൽകേണ്ടതില്ല, കാരണം അത് തെറ്റായിട്ടുള്ള ഒരു കീഴ്വഴക്കമാണ്, അത് നമ്മുടെ സോവറിനിറ്റിയെ ബാധിക്കുന്നതാണ് എന്നാണ് പറയുന്നത്. ഇപ്പൊ സോവറിനിറ്റിയെ ബാധിക്കുക എന്ന് പറയുമ്പോൾ മറ്റൊരാളിന്റെ പ്രസ്താവന മറ്റേതെങ്കിലും ഒരു വിദേശ രാജ്യമോ ആ വിദേശ രാജ്യത്തിന്റെ അഫിലിയേറ്റഡ് ആയിട്ടുള്ള ഒരു മീഡിയയോ പറഞ്ഞതുകൊണ്ട് അത് നമ്മുടെ സോവറിനിറ്റിയെ ബാധിക്കും എന്ന രീതിയിൽ ഞാനും കരുതുന്നില്ല. അക്കാര്യത്തിൽ ശ്രീ ശശി തരൂർ പറഞ്ഞതുപോലെ തന്നെയാണ് ഞാൻ കരുതുന്നത്. പക്ഷെ ഇവിടെയുള്ള ഒപ്പീനിയൻ ഡിഫറൻസ് നോക്കൂ. ശശി തരൂർ പറയുന്ന ഭാഗം പോലും പറയാനായിട്ട് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതാവായിട്ടുള്ള ശ്രീ ഷാഫി പറമ്പിൽ തയ്യാറാകുന്നില്ല. ഷാഫി പറമ്പിൽ പറയുന്നത് ഇവിടെ ഇപ്പോഴും നരേന്ദ്രമോദി അദ്ദേഹം 2002 ഗുജറാത്ത് കലാപത്തിന്റെ പേരിൽ കുറ്റക്കാരനായിട്ട് കാണുന്നു, കോൺഗ്രസിന്റെ നിലപാടിൽ മാറ്റം വന്നിട്ടില്ല എന്ന് അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു. അപ്പൊ ഇവിടെ കേവലം അനിൽ ആന്റണിയുടെ ഒരു ഓഡ് വോയിസ് അവിടെ വരുന്നു എന്നതിനപ്പുറത്തേക്ക് അനിൽ ആന്റണി പറയുന്ന ഭാഗികമായിട്ടുള്ള കാര്യങ്ങളോട് ശശി തരൂർ സമ്മതിക്കുന്നു. എന്നാൽ ഇവർ രണ്ടുപേരും പറയുന്ന കാര്യങ്ങളോട് കോൺഗ്രസിലുള്ള മറ്റ് പല നേതാക്കന്മാർ അതിന് യോജിക്കുന്നില്ല തുടങ്ങിയ പല കാര്യങ്ങളാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയം BJPയെ പ്രതിരോധത്തിലാക്കേണ്ടിയിരുന്നതായിരുന്നുവെങ്കിൽ പോലും അതൊരു ബൂമറാങ് പോലെ കോൺഗ്രസിന്റെ നേർക്ക് വന്നിരിക്കുന്നത്. നമുക്ക് ഇവിടെ അനിൽ ആന്റണി പുറത്തു പോകേണ്ടി വരുന്ന ഒരു സാഹചര്യം, ആ സാഹചര്യം എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താണ്? അദ്ദേഹം ഇന്ന് ആവർത്തിച്ച് പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ ട്വീറ്റിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിലെ ഇൻസ്റ്റിറ്റ്യൂഷനുകളുടെ മുകളിൽ മറ്റൊരാളിന്റെ വോയിസിന് പ്രാധാന്യം കൊടുക്കേണ്ട എന്ന് മാത്രമാണ്. പക്ഷെ അത് തുടങ്ങുന്നത് എങ്ങനെയാണ്? BJPയോടുള്ള എല്ലാ വിയോജിപ്പുകളും നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഞാനിത് പറയുന്നത് എന്നാണ്. അതായത് ദേശീയ താല്പര്യമാണ് പ്രഥമ പരിഗണന അർഹിക്കുന്നത് എന്നും മറ്റു പൊളിറ്റിക്കലായിട്ടുള്ള ഡിഫറൻസുകളോ ആഭ്യന്തരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളോ രണ്ടാമത് മാത്രമേ ആകാവൂ എന്നുമാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെയുള്ള ഒരു അഭിപ്രായം പറയാൻ അനിൽ ആന്റണിക്ക് അർഹതയില്ല. ഇപ്പൊ നമ്മുടെ ഇവിടെ കോൺഗ്രസ് നേതാക്കന്മാർ പൊതുവെ പറയുന്നത് എന്തൊക്കെയാണ്? BBC-ക്ക് മാധ്യമ സ്വാതന്ത്ര്യമുണ്ട്, BBC-ക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട്, BBC-ക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, അതിനെ ഇവിടെ അവഗണിക്കാൻ പാടില്ല. അതുകൊണ്ടാണല്ലോ ഇവിടെ പല രീതിയിലും നിരോധിക്കപ്പെട്ടിട്ടും ആ ഡോക്യുമെന്ററിയുടെ സ്ക്രീനിങ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നേരെ മറിച്ച് എന്റെ ചോദ്യം, അനിൽ ആന്റണിക്ക് ഇതൊന്നുമില്ലേ? അനിൽ ആന്റണിക്ക് അഭിപ്രായ സ്വാതന്ത്ര്യവും അദ്ദേഹത്തിന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യവും ഒക്കെ തന്നെ ആൾക്കാരിന്ന് ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം അത് BJPയോടുള്ള രാഷ്ട്രീയ വിയോജിപ്പ് നിലനിർത്തിക്കൊണ്ട് പറഞ്ഞിരിക്കുന്ന അഭിപ്രായം. ഈ ഒരു വിഷയത്തെ കോൺഗ്രസ് ആകമാനം ഇന്നിപ്പോൾ ജയറാം രമേശിന്റെ ട്വീറ്റ് വന്നിട്ടുണ്ട്. അതായത് ഒരേ സംസ്ഥാനത്തിലെ 2 നേതാക്കളുടെ മക്കളിൽ ഒരാൾ നഗ്നപാതനായി രാഹുൽ ഗാന്ധിക്കൊപ്പം കശ്മീരിലേക്ക് നടന്നു നീങ്ങുന്നു, മറ്റൊരാൾ പറയാൻ പാടില്ലാത്തത് പറയുന്നു. അങ്ങനെ ഒരാൾ മാത്രം, തരൂർ പോലും പൂർണ്ണമായി പിന്തുണയ്ക്കുന്നില്ല അനിൽ ആന്റണിയെ, ഒരാൾ മാത്രം എതിർത്തു പറയുന്നു, അതാകട്ടെ AK ആന്റണിയുടെ മകൻ. സ്വാഭാവികമായും കോൺഗ്രസ്സുകാർ തിരിഞ്ഞ് സംസാരിക്കില്ലേ? അല്ല, അങ്ങനെ കരുതുന്നതിൽ കാര്യമുണ്ടോ? ഇവരെ വീണ്ടും ശ്രീ ജയറാം രമേശ് ഇവിടെ പറയാതെ പറയുന്നത് പിതാവിന്റെ ലെഗസിന് പുത്രന് കിട്ടും എന്ന രീതിയിലാണ്. ഇതൊക്കെ ഇവരുടെ മൈൻഡ് സെറ്റിന്റെ പ്രശ്നമാണ്. ഇവർ രണ്ടുപേരും 2 വ്യക്തികളാണ് എന്നും 2 കാലഘട്ടങ്ങളിലുള്ള ആൾക്കാരാണ് എന്നും 2 സ്ട്രീമിൽ പൊളിറ്റിക്സിൽ വന്നിരിക്കുന്ന ആൾക്കാരാണെന്നുള്ളത് ജയറാം രമേശിന് ചിന്തിക്കാൻ കഴിയുന്നില്ല. അദ്ദേഹത്തിന് കൺവെൻഷണൽ ആയിട്ടുള്ള ഫാമിലി പൊളിറ്റിക്സ് ആണ്. പാർട്ടിക്ക് ഉപയോഗപ്പെടുത്താവുന്ന ഒരു വിഷയത്തെ ഒരാളിലൂടെ മാത്രം പ്രതിരോധത്തിലേക്ക് ഒരു പാർട്ടി പോകുന്നുവെങ്കിൽ നേതാക്കൾക്ക് അത് പറയേണ്ടി വരും. അല്ല, ഇത് ഒരു പൊളിറ്റിക്കൽ പൊസിഷൻ അല്ലല്ലോ. അദ്ദേഹം പറയുന്നത് പോലും BJPയെ ന്യായീകരിക്കുക. നമ്മുടെ മകനാണ് പറയുന്നത്, അതാണ് പ്രശ്നം.
അതുകൊണ്ടാണ് ഇത് അല്ല, എ കെ ചർച്ചയാകുന്നത്. ആന്റണിയുടെ അല്ല എ കെ ആന്റണിയും എ കെ ആന്റണിയുടെ മകനും രണ്ട് വ്യക്തികളാണ്. ഒരു വ്യക്തിയുടെ അഭിപ്രായം അയാളുടെ പിതാവിൻ്റെതിന് സമാനമായിരിക്കണം എന്ന രീതിയിലുള്ള ചിന്ത കോൺഗ്രസ് നേതൃത്വത്തിന് വരുന്നത് അവിടെ പരമ്പരാഗതമായിട്ട് അച്ഛൻ, അച്ഛന്റെ മകൾ, മകളുടെ മകൻ തുടങ്ങിയ ആൾക്കാർ ഇങ്ങനെ ഒരു പദവിയിൽ വന്നു പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടോ പാർട്ടിയെ നയിക്കുന്നത് കൊണ്ടോ ആണ്. അത്തരത്തിലുള്ള മനോഭാവത്തിന് മറുപടി പറയാൻ കഴിയില്ല. ഞാൻ പറയുന്നത് അതല്ല. എ കെ ആന്റണിയുടെ മകനായിക്കോട്ടെ, ഒരു വ്യക്തി ആയിക്കോട്ടെ, അദ്ദേഹം പറഞ്ഞിരിക്കുന്ന അഭിപ്രായം എന്താണ്, ആ അഭിപ്രായം അദ്ദേഹം പറയാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനില്ലേ? അത് പറയുന്ന സമയത്ത് അദ്ദേഹത്തിനെ അധിക്ഷേപിക്കുക, അദ്ദേഹത്തിനെ വിളിച്ചുകൊണ്ട് ട്വീറ്റ് മാറ്റാനായിട്ട് ആവശ്യപ്പെടുക, അതിൽ മാപ്പ് പറയാൻ പറയുക, തിരുത്തൽ കൊണ്ടുവരാൻ പറയുക തുടങ്ങിയ കാര്യങ്ങൾ അദ്ദേഹത്തിനോട് ആവശ്യപ്പെടുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിനെ ഇവർ സ്ക്രീൻ ചെയ്യാൻ ഭയപ്പെടുന്നു എന്നാണ്. അത് പുറത്തേക്ക് പോകേണ്ട എന്നാണ്. ഞങ്ങളുടേതായിട്ടുള്ള ഒരു സ്ക്രീനിങ് അവിടെ കൊണ്ടുവരുന്നു, ഞങ്ങൾ സെൻസർ ചെയ്യുന്നു എന്നാണ്. അതായത് BBC-യുടെ ഡോക്യുമെന്ററിക്ക് സെൻസറിങ് പാടില്ല, അത് ഞങ്ങൾ പുറത്തേക്ക് വിടും, അത് അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. നേരെ മറിച്ച് അനിൽ ആന്റണി ഒരു അഭിപ്രായം പറഞ്ഞാൽ അതിനെ ഞങ്ങൾ സ്ക്രീൻ ചെയ്യും, അദ്ദേഹത്തിന്റെ അഭിപ്രായം പുറത്ത് സ്ക്രീൻ ചെയ്ത് കാണിക്കാൻ പാടില്ല, അതിനെ ഞങ്ങൾ സെൻസർ ചെയ്യും എന്ന് പറയുന്നതും അദ്ദേഹത്തിന്റെ അഭിപ്രായ സ്വാതന്ത്ര്യം നിഷേധിക്കുന്നതും എന്തിന്റെ പേരിലാണ് എന്നുള്ള ഒരു ചോദ്യമില്ലേ? ഞാനിവിടെ കാണുന്ന ഒരൊറ്റ പ്രശ്നം മാത്രമേ ഈ വിഷയത്തിലുള്ളൂ. ഇതിൽ നമ്മളിപ്പോ അച്ഛന്റെ അല്ലെങ്കിൽ മകന്റെ അഭിപ്രായം അച്ഛനെ പ്രതിരോധത്തിലാക്കുന്നു എന്നൊക്കെ പറയുന്നതിനപ്പുറത്തേക്ക് ആത്യന്തികമായിട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് BJP-യുടെ പൊസിഷൻ ശരിയാണെന്നല്ല. ഇന്നിപ്പോ ഒരു അഭിമുഖത്തിൽ അദ്ദേഹം ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട്, ഈ ഒരു വിഷയത്തിൽ ആ നിരോധനവുമായി ബന്ധപ്പെട്ട് BJP ചെയ്തിരിക്കുന്നത് ശരിയാണെന്ന് എനിക്ക് പറയേണ്ടി വരും. പക്ഷെ അദ്ദേഹം പുറത്തേക്ക് പോയതിനു ശേഷമാണത് പറയുന്നത്. പുറത്തു പോകാനുണ്ടായ സാഹചര്യത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന അഭിപ്രായം ഈ രാജ്യത്തിന്റെ ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്ക് മുകളിലല്ല എന്ന് പറഞ്ഞാൽ BJP അല്ല പറഞ്ഞിരിക്കുന്നത്. ഇന്നാട്ടിൽ കോർട്ട് മോണിറ്റേഡ് എൻക്വയറി നടന്നു, SIT ഉണ്ടായി, അതിനു മുകളിൽ സുപ്രീം കോടതി തീർപ്പ് കൽപ്പിച്ചിരിക്കുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതിയെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയില്ല എങ്കിൽ ജനാധിപത്യ പ്രക്രിയയിൽ, ജനാധിപത്യ ക്രമത്തിൽ ഇടപെട്ടുകൊണ്ട് ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്ന രീതിയിൽ, അതിന്റെ നേതാക്കൾ എന്ന രീതിയിൽ നിങ്ങൾ എന്താണ് പറയാൻ പോകുന്നത്? സുപ്രീം കോടതിയിൽ നിങ്ങൾ ലീഗൽ അവന്യൂസ് ഉപയോഗിച്ചുകൊണ്ട് ഫൈറ്റ് ചെയ്യുകയും ഒരു കേസ് പരാജയപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നീടുള്ള കാലം അത്രയും നിങ്ങൾ ആ വിധിയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല, കോടതിക്കാണ് തെറ്റുപറ്റിയത് എന്ന് വിശ്വസിച്ചാൽ അതൊരു ജനാധിപത്യ ക്രമത്തിലുള്ള അന്തസത്ത നിങ്ങൾ മനസ്സിലാക്കുന്ന പാർട്ടിയല്ല, വ്യക്തികളല്ല, തന്നെയുമല്ല ജനാധിപത്യ ക്രമത്തിന്റെ